ഇന്ന് പറയാൻ പോകുന്ന കഥ സന്ദർഭം. 1984 ജോഷി സാർ സംവിധാനത്തിൽ കൊച്ചിൻ ചേട്ടൻ തിരക്കഥയിലാണ് ഈ പടം പുറത്തിറങ്ങിയത്. മമ്മൂട്ടി സാറ്, സരിത മാം, സീമ ചേച്ചി, ജനാർദ്ദൻ സാർ ഇതൊക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കുടുംബകഥയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബേബിശാലി ചേച്ചിയാണ്. ബേബിശാലിയാണ് ഇതിലെ മകനായിട്ട് വിഷമിട്ടിരിക്കുന്നത്. അന്ന് ഒരു പുസ്തകത്തിൽ കൂടെ കേട്ടു. കൊച്ചിനേവചേട്ടൻ്റെ ഒരു വ്യത്യസ്തമായ കഥയാണിത്. ഒരു നല്ലൊരു കുടുംബം, അച്ഛനമ്മ മകൾ, അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. രവി എന്നാണ് നായകഥാപാത്രത്തിൻ്റെ പേര്. അങ്ങനെയൊക്കെ ഈ നായിക, അതായത് സരിത ചേച്ചി അഭിനയിച്ച ക്യാരക്ടർ ചെയ്ത ഇന്ദു എന്നാണ് ക്യാരക്ടറിൻ്റെ വേഷം. ഇന്ദുവിനെ കാണാൻ സീമ ചേച്ചിയുടെ മേരി എന്ന ക്യാരക്ടർ വരികയാണ്. ഈ മേരി എന്ന സ്ത്രീയിൽ നിന്നും ഇന്ദു അറിയുകയാണ് ഈ മേരിയുടെ അനിയത്തിയെ ക്രൂരമായി നശിപ്പിച്ചതിന് ശേഷം ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ രവി എന്ന ആ കാമുകൻ തൻ്റെ ഭർത്താവാണ്. അതോടെ ഇന്ദു ആകെ പൊട്ടിത്തെറിക്കുകയാണ്. ഭർത്താവിനോട് അവൾക്ക് ദേഷ്യവും വൈരാഗ്യവും തൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചല്ലോ എന്ന് വെച്ച് പിണങ്ങുകയാണ്. അതോടെ ഒരു സന്തുഷ്ട കുടുംബം ആകെ നാശമോശകമാണ്. താനല്ല അതിൻ്റെ കുറ്റക്കാരൻ എന്ന് പറയാൻ രവി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ചെവി കൊടുക്കാതെ ഇന്ദു ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ രവി മാനസികമായി തകർന്നു. രവി ഒരു ബിൽഡിങ്ങിൻ്റെ എൻജിനീയറാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രവിയെ കാണാൻ നമ്മുടെ സുമാ ചേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ വരികയാണ്. അപ്പോഴാണ് ഇതിൽ നിന്നറിയുന്നത് ഇവർ തമ്മിലകന്നു എന്നും ഡിവോഴ്സിൻ്റെ പക്കിലൊക്കെയാണെന്നൊക്കെ അറിയുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച രവി ഇതല്ല, പക്ഷെ ഇതാരും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഇത് പ്രൂഫോട് കൂടി ഇവർ രണ്ടാളും മുന്നിൽ പറയുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ രവിയെ കൊല്ലാൻ ഈ മേരിയും മേരിയുടെ വീട്ടുകാരും തീരുമാനിച്ചിരിക്കുകയാണ്. അവസാനം കെട്ടിടത്തിൻ്റെ പണി നടക്കുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരാൻ മുകളിൽ നിന്ന് പണി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തുനിന്ന് മോള് അച്ഛ എന്ന് വിളിച്ച് കേട്ട് ഓടി വരികയാണ്. പക്ഷേ ഇവർ ആ കെട്ടിടത്തിൽ ചെയ്ത ചെറിയ തിരിമറിയിലൂടെ, അതായത് ഈ കൊല്ലാനുള്ള പരിപാടിയിലൂടെ കാലുവഴുതി രവി താഴത്തേക്ക് വീണ് മരിക്കുന്നു. ഇതാണ് പടം. ഒരു സാഡ് ക്ലൈമാക്സ് ആണ്. ആകെ നമുക്ക് വല്ലാത്ത ഫീലിംഗ് ആവും. എന്നാൽ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ തമിഴ് വേർഷൻ വന്നു. പാടാത്ത തേനികൾ, നമ്മുടെ സൂര്യയുടെ അച്ഛൻ ശിവകുമാർ സാറും പിന്നെ പേര് കിട്ടിക്കാം രാധിക ശരത് കുമാറുമാണ് ഇതിൽ അഭിനയിച്ചത്. പക്ഷേ ഈ പടത്തിലെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അവിടെ നായകനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഹാപ്പി എൻഡിങ് ആണ് കൊടുത്തത്. ഇതാണ് ഞാൻ കേട്ടത്. അപ്പോൾ കണ്ടു നോക്കുക. പിന്നെ വീണ്ടും വീണ്ടും പറയുന്നു, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ.